എല്ലാവർക്കും നമസ്കാരം. കൊല്ലവർഷം 1200 ചിങ്ങമാസം മുതൽ കർക്കടക മാസം വരെയുള്ള മകം നക്ഷത്രത്തിൻ്റെ പുതുവത്സര ഫലങ്ങളാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. ചിങ്ങം കന്നി മാസങ്ങളിലെ ഫലങ്ങൾ. പ്രവർത്തന മണ്ഡലങ്ങളിൽ പുരോഗതി, ധനലാഭം എന്നിവ അനുഭവപ്പെടും. ദീർഘകാല വീക്ഷണത്തോടുകൂടിയുള്ള പദ്ധതികൾ നടപ്പിലാക്കും. അഹംഭാവവും മിഥ്യാധാരണയും ഉപേക്ഷിക്കുന്നതാണ്. വാസ്തവവിരുദ്ധമായ പ്രവർത്തനങ്ങളിൽ നിന്നും പിന്മാറും. അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുവാൻ അശ്രാന്ത പരിശ്രമം വേണ്ടിവരും. തൻ്റേതല്ലാത്ത കാരണങ്ങളാൽ മറ്റുള്ളവരിൽ നിന്നും എതിർപ്പുകൾ നേരിടേണ്ടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. സ്വന്തം വീട് മാറി താമസിക്കേണ്ടതായി കാണുന്നു. വ്യക്തിബന്ധങ്ങൾ നിലനിർത്താൻ വിട്ടുവീഴ്ചകൾ ചെയ്യുന്നതാണ്. എല്ലാം തുറന്നു പറയുന്നതുകൊണ്ട് മറ്റുള്ളവരുടെ അതൃപ്തിക്കിടയാകും. കുടുംബ ബന്ധങ്ങളുടെ മറവിൽ പലരും ചൂഷണം ചെയ്യുന്നതാണ്. ഗൃഹം സ്വന്തമാക്കുന്നതിനുള്ള യോഗമുണ്ട്. എന്നാൽ ഈശ്വരാനുഗ്രഹം കൂടുതലുള്ളതിനാൽ എല്ലാ പ്രതിബന്ധനങ്ങളെയും തരണം ചെയ്യും. വിവാഹ മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കും. തുലാം വൃശ്ചികം മാസങ്ങളിലെ ഫലങ്ങൾ. ഊഹക്കച്ചവടത്തിൽ നിന്നും പിന്മാറിയില്ലെങ്കിൽ വൻ നഷ്ടത്തിനിട കാണുന്നു. എന്നാൽ മാതൃസഹായം വർദ്ധിക്കും. വിദേശത്ത് സ്ഥിരതാമസം ഉണ്ടാകുവാനിടയുണ്ട്. സാമ്പത്തിക ലാഭം, വാഹനയോഗം എന്നിവ ഉണ്ടാകും. ജീവിത പങ്കാളിയുടെ സന്തോഷത്തിനു വേണ്ടി പല കർമ്മ പരിപാടികളും നടത്തുന്നതാണ്. ഭൂമി കൈമാറ്റത്തിനുള്ള യോഗം കാണുന്നു. കുടുംബ സ്വത്തുക്കൾക്കു വേണ്ടിയുള്ള വ്യവഹാരങ്ങളിൽ അനുകൂല വിധിയുണ്ടാകുന്നതാണ്. വീട് പുതുക്കി പണിയുന്നതിനുള്ള യോഗം കാണുന്നു. അപ്രതീക്ഷിതമായി ജീവിത പങ്കാളിയുടെ പക്കൽ നിന്നുമുണ്ടാകുന്ന പെരുമാറ്റം മനോദുഃഖത്തിനിടവരുത്തും. വ്യാപാരം അഭിവൃദ്ധിപ്പെടും. എന്നാൽ വരവ് ചെലവ് കണക്കുകൾ പൊരുത്തപ്പെട്ടു പോകുവാൻ നന്നേ പ്രയാസപ്പെടേണ്ടി വരും. ഭാഗ്യതാരകസ്ഥിതി അനുകൂലമായതിനാൽ ഉദ്ദിഷ്ട കാര്യങ്ങളിൽ വിജയം കണ്ടെത്തും. ധനു മകരം മാസങ്ങളിലെ ഫലങ്ങൾ. ആരോഗ്യ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണം. എന്നാൽ അനാവശ്യ ചിന്തകൾ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കും. പിതാവിൻ്റെ രോഗം മനോദുഃഖത്തിനിടവരുത്തും. അധികാരവും പ്രശസ്തിയും ഉണ്ടാകും. ഗുരുജനങ്ങളുടെ ഉപദേശം സ്വീകരിച്ചു പോകുന്നത് കൊണ്ട് അപകടങ്ങൾ പലതും ഒഴിവാക്കാൻ കഴിയുന്നതാണ്. എന്നാൽ സഹോദരങ്ങൾ അകൽച്ചാ മനോഭാവം പ്രകടിപ്പിക്കും. അശ്രദ്ധ മൂലം സാമ്പത്തിക നഷ്ടം ഉണ്ടാകുവാനിടയുണ്ട്. അഭിമാനത്തിന് ക്ഷതം സംഭവിക്കുന്ന ഇടപാടുകളിൽ ഉൾപ്പെടാതിരിക്കാൻ നോക്കണം. ദാനകർമ്മങ്ങൾ ചെയ്യും. ജീവിത പങ്കാളിയുമായി അഭിപ്രായ വ്യത്യാസത്തിന് പോകരുത്. അഷ്ടമത്തിലെ ശനിയുടെ ശല്യം മൂലം രോഗകാര്യങ്ങളിൽ ചെറിയ ഉത്കണ്ഠ കാണുന്നു. എന്നാൽ ഭാഗ്യാധിപനായ സൂര്യൻ കർമ്മരംഗത്ത് നിപുണയോഗം ചെയ്തു നിൽക്കുന്നതിനാൽ സർവ്വദോഷങ്ങൾക്കും പരിഹാരം കാണാൻ കഴിയും. എന്നാൽ ദൃഷ്ടിപഥത്തിലുള്ളതെല്ലാം ശരിയാണെന്നുള്ള മിഥ്യാധാരണ ഒഴിവാക്കണം. കുംഭം മീനം മാസങ്ങളിലെ ഫലങ്ങൾ. വർഷം മധ്യത്തിനു ശേഷം കാലം കൂടുതൽ അനുകൂലമാകുന്നതാണ്. ദാനകർമ്മങ്ങൾക്കു വേണ്ടി പണം ചെലവഴിക്കും. വസ്തുനിഷ്ഠമായ പ്രവർത്തനങ്ങൾ ലക്ഷ്യപ്രാപ്തി കൈവരിക്കും. എന്നാൽ അലസത മൂലം തൊഴിൽ രംഗത്ത് നഷ്ടം സംഭവിക്കാനിടയുണ്ട്. കൂട്ടു ബിസിനസ് നഷ്ടത്തിനിട വരുത്തുന്നതാണ്. അടുത്ത സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ രോഗം പിടിപെടുന്നതാണ്. കുടുംബത്തിൽ വേർപാട് അനുഭവപ്പെടാനിടയുണ്ട്. അയൽക്കാരുമായി മെച്ചപ്പെട്ട സൗഹൃദം ഉണ്ടാക്കുന്നതിന് ശ്രമിക്കും. വിദ്യാഭ്യാസ രംഗത്ത് അനുകൂലമായ മാറ്റങ്ങൾ കാണുന്നു. ഊഹക്കച്ചവടത്തിൽ നഷ്ടം സംഭവിക്കും. ഈശ്വര ചിന്ത കൂടുതലായി കാണുന്നു. കുടുംബത്തിൽ ജനന ഭാഗ്യം ഉണ്ട്. ചതുർഗ്രഹ യോഗമുള്ളതിനാൽ എല്ലാ കാര്യങ്ങളിലും നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. മേടം ഇടവം മാസങ്ങളിലെ ഫലങ്ങൾ. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനു വേണ്ടി കൂടുതൽ ശ്രദ്ധ ചെലുത്തും. എന്നാൽ അനാവശ്യ ചിന്തകൾ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കും. സ്ത്രീകൾ മൂലം മാനസികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുവാനിടയുണ്ട്. ലക്ഷ്യബോധത്തോടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമെങ്കിലും വിജയത്തിലെത്താൻ പ്രയാസപ്പെടും. ധനനഷ്ടം, മാനഹാനി മുതലായവയ്ക്ക് ഇടയുണ്ട്. മനസ്സിനെ അലട്ടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണും. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുന്നതിനുള്ള യോഗം കാണുന്നു. 2, 5, 9, 14, 19, 28 തീയതികൾ ശുഭ സൂചകമായി കാണുന്നു. അഭിനയ സ്വഭാവം കൂടുതലുണ്ടാകും. പ്രവർത്തന മണ്ഡലത്തിൽ ക്രമാനുഗതമായ വളർച്ചയും സാമ്പത്തിക നേട്ടവും കാണുന്നു.
ഭാര്യയുടെ സ്വത്തുക്കൾ കൈവശം വന്നു ചേരുന്നതാണ്. സഹോദരങ്ങളുടെ നീരസമായ പെരുമാറ്റം മനോവിഷമത്തിനിടവരുത്തും. എന്നാൽ സന്താനങ്ങൾ മൂലം മാനസിക സന്തോഷം വർദ്ധിക്കുന്നതാണ്. മിഥുനം, കർക്കടകം മാസങ്ങളിലെ ഫലങ്ങൾ. കേസരി യോഗം ഉള്ളതിനാൽ തൊഴിൽ രംഗത്ത് വൻ നേട്ടം കാണുന്നു. ശത്രുദോഷം കുറയും. മാതൃസഹായം കൂടും. അഗ്നിഭയം ഉണ്ടാകുവാനിടയുണ്ട്. ദൂരയാത്രകൾ ചെയ്യേണ്ടി വരാം. കഷ്ടനഷ്ടങ്ങളിൽ നിന്നും മോചനമുണ്ടാകും. ഉറ്റ സുഹൃത്തുക്കളുടെ സഹായം ലഭിക്കുവാനിടയുണ്ട്. മനസ്സും ശരീരവും സദാ അസ്വസ്ഥമായിരിക്കും. ഭക്തിമാർഗങ്ങളിൽ അധിക ശ്രദ്ധ ചെലുത്തുന്നതാണ്. മുൻകോപം മൂലം മറ്റുള്ളവരുടെ അതൃപ്തിക്കിടയാകേണ്ടി വരുന്നതാണ്. ചിലവ് അധികരിക്കും. തീരുമാനങ്ങൾ ഏതെടുത്താലും ആലോചിച്ചേ ചെയ്യാവൂ. ബന്ധുജനങ്ങൾ നീരസമായി പെരുമാറുന്നതാണ്. നീതിപൂർവമുള്ള സമീപനത്താൽ സർവകാര്യ വിജയം നേടും. മേലുദ്യോഗസ്ഥരുടെ അപ്രീതിക്കിടയുണ്ട്. സഹോദരങ്ങളുടെ ഉന്നമനത്തിനു വേണ്ടി പ്രയത്നിക്കുമെങ്കിലും അവരുടെ പെരുമാറ്റം തീർത്തും മോശമായിരിക്കും. എല്ലാം തുറന്നു പറയുന്നത് മൂലം മറ്റുള്ളവരുടെ അതൃപ്തി സമ്പാദിക്കുന്നതാണ്. ധനലാഭം, ഈശ്വരാനുഗ്രഹം, രോഗങ്ങളിൽ നിന്ന് മുക്തി എന്നിവ കാണുന്നു. പുണ്യകർമ്മങ്ങൾ ചെയ്തും പുണ്യസ്ഥലങ്ങൾ സന്ദർശിച്ചും ദേവീ പ്രീതി നേടുകയും ചെയ്താൽ സർവ്വ ദോഷഫലങ്ങളും മാറിക്കിട്ടുന്നതാണ്.